വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് പ്രതി അഫാന്റെ പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം ഒരുപക്ഷെ നമുക്കാർക്കും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. അഫ്വാൻ എന്ന് പറയുന്ന ഒരു നരാധമൻ കൊന്നുകളഞ്ഞതൊരു കുടുംബത്തിലെ 5 പേരെയാണ്. ആ 5 പേരും സ്വന്തം കൂടപ്പിറപ്പുകളാണ്. കണ്ണിച്ചോരയില്ലാതെ ആ കുടുംബത്തിലെ 5 പേരെയും അവൻ നിഷ്ക്രൂരമായിട്ടാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 5 പേരും കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ഓരോ മനുഷ്യരുടെയും ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ക്രൂരമായിട്ടാണ് ആ നരാധമൻ 5 പേരെയും കൊലപ്പെടുത്തിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ 5 പേരിലൊന്ന് ഫർസാന എന്ന് പറയുന്ന ഈ നരാധമന്റെ പെൺസുഹൃത്തായിരുന്നു. ആ കുട്ടിയെ പോലും ഈ നരാധമൻ വെറുതെ വിട്ടില്ല. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മലയാളികൾ ഒന്നടങ്കം വെറുത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ഈ പറയപ്പെടുന്ന അഫ്വാനായിരിക്കും. എന്നിട്ട് ഈ അഫ്വാൻ എന്ന് പറയുന്ന ആ നരാധമന് വേണ്ടി ഇപ്പോൾ അവൻ്റെ പിതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ആരും ബന്ധപ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യരും ബന്ധപ്പെട്ടിട്ടില്ല. എന്താണ് ഇതിന്റെ തിരക്കഥ എന്താണെന്നോ ഇതിന്റെ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്നോ നമ്മുടെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ആ രീതിക്ക് മുന്നോട്ട് പോകാനോ റിലീസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി വക്കീലിനെ കണ്ട ഹൈക്കോടതി പോയി സ്റ്റേ ഓർഡർ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കൊടുത്തിട്ടുണ്ട്, ഓർഡർ വാങ്ങില്ല, കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്താ ഞങ്ങൾക്ക് ഉള്ളതെന്നുള്ളത്. ഇത് ഏത് തരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കഥ ഇതാണെന്നുള്ളത് അറിയാം, പക്ഷെ അത് തിരക്കഥ ഏത് രൂപത്തിൽ പോകും, അത് അവനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളെ എങ്ങനെ ബാധിക്കും, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവനെ കണ്ടിരുന്നു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ സമയത്ത് ഡോക്ടറിനെ വിളിച്ചിരുന്നു, അന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാര്യയും കൂടെ പോയി കണ്ടിരുന്നു. പിന്നെ ജയിലിൽ പോയി കണ്ടിരുന്നു, പലയിടത്തും കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ട്, ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്. അന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ ഡോക്ടറുടെ നിർദ്ദേശം കൊണ്ട് ഞാൻ പോയി കണ്ടു. സംസാരിച്ചു, പക്ഷെ ഇവ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. അത് കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത്, ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മൈൻഡ് പോയാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റും. അതിന് മെന്റലി മാനസികമായ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതെ, ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ പറഞ്ഞു, വന്നവനെ കണ്ണുകൾ രക്ഷകർത്താവ് വന്നവനെ കണ്ടാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വന്നവനെ കാണണമെന്ന് പറഞ്ഞു. എപ്പോഴും വിളിക്കുന്നു, അപ്പോൾ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടത്. ഇപ്പോഴും അവന് മാനസികമായി പോയി തകർന്നു നിൽക്കുകയാണ് ഈ സംഭവത്തിന് ശേഷവും ഈ ആത്മഹത്യക്ക് ശേഷവും ഒക്കെ. ഇല്ല. നമുക്കറിയാം, ഈ സിനിമാക്കാർക്ക് ഒരു പ്രവണതയുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചൊരു സെൻസിറ്റീവായിട്ടുള്ള വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ അതിനെ സിനിമയാക്കി മാറ്റാൻ വേണ്ടി സിനിമാക്കാർ രംഗത്ത് വരാറുണ്ട്. അത്തരത്തിൽ ഈ നരാധമൻ ചെയ്ത ഈ ഒരു കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം പറഞ്ഞ കഥ എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിക്കുകയുണ്ടായി. ആ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ ആ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല എന്നും, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കുമെന്നും, അത് കേസിനെ ബാധിക്കുമെന്നും, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഈ പിതാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതലും ദേഷ്യം തോന്നുന്നത്. അത് തൻ്റെ മകൻ്റെ ഭാവിയെ കൂടി ബാധിക്കുമെന്ന്. അതുകൊണ്ട് ഈ സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഈ അഫ്വാന്റെ പിതാവായിട്ടുള്ള അബ്ദുറഹീം ഹർജി നൽകിയത്. നോക്കൊരു കുടുംബത്തിലെ 5 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നരാധമനാണവൻ. അവനിനി എന്ത് ഭാവിയാണുള്ളത്? അവൻ ഏതെങ്കിലും IASൻ്റെയോ അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്ക് എഴുതി ഏതെങ്കിലും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി നിൽക്കാൻ കാത്തിരിക്കുന്നവനല്ല. ഒരു കുടുംബത്തിലെ 5 പേരെയും, അതിലൊരു കൊച്ചുകുട്ടിയുണ്ട്, ആ കുട്ടിയടക്കം 5 പേരെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നരാധമനെ അവൻ്റെ ഭാവി ഇല്ലാതാകും, അതുകൊണ്ട് സിനിമ മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ രംഗത്ത് വരുന്നത്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സിനിമയുടെ കഥ എന്താണെന്നറിയില്ല, ആ സിനിമയുടെ കഥയെക്കുറിച്ച് ഇദ്ദേഹത്തിന് മനസ്സിലാക്കണം. ഇത് സിനിമയായി കഴിഞ്ഞാൽ കേസിനെ ബാധിക്കും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന ആ ഒരു പോയിന്റ് ഭാവിയെ ബാധിക്കുമെന്ന് പറയുന്നത്, അത് എന്തർത്ഥത്തിലാണ് ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത് എന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് ഇയാളുടെ കൂടപ്പിറപ്പുകളോട് ഇയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഇയാളുടെ ഇളയ മകനോട് ഇയാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഇയാളെ നൊന്ത് പ്രസവിച്ച ഉമ്മയെയും ഇദ്ദേഹത്തിൻ്റെ അനുജനോടും ഇദ്ദേഹത്തിന് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഒരിക്കലും നടത്തുമായിരുന്നില്ല. നോക്കിയ നരാധമൻ കൊലപ്പെടുത്തിയത്
തൻ്റെ മകനെയാണ്, സ്വന്തം ഇളയ മകനെ, സഹോദരനെ പോലെ നോക്കിയിരുന്ന ആ പാവം പയ്യനെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് അവസാനം ആ പയ്യൻ്റെ കണ്ണ് പോലും പുറത്തു വന്നാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം ഫർസാന എന്ന് പറയുന്ന ഒരു പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് ക്രൂരമായി കൊലപ്പെടുത്തി. മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി. അതോടൊപ്പം ഈ പറയപ്പെടുന്ന അബ്ദുറഹീമിൻ്റെ സഹോദരനെയും ആ സഹോദരൻ്റെ ഭാര്യയും കൊലപ്പെടുത്തി. കഴിഞ്ഞില്ല, ഈ മനുഷ്യൻ്റെ ഭാര്യയെപ്പോലും, അതായത് അഫ്വാൻ തൻ്റെ ഉമ്മയെപ്പോലും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്തോ ഭാഗ്യവശാൽ ആ സ്ത്രീ രക്ഷപ്പെടുകയും ചെയ്തു. ഇത്രയധികം ക്രൂരത കുടുംബത്തോട് ചെയ്തിട്ടും ഈ മനുഷ്യൻ ആ പയ്യനെക്കുറിച്ച് ഇപ്പോഴും അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ആ കുടുംബത്തെ മുഴുവനും തകർത്ത് കളഞ്ഞവന് ഇനി എന്ത് ഭാവിയാണുള്ളത്? നോക്കൂ, ഈ കാലയളവ് വരെ ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനോട് എല്ലാവർക്കും നല്ല ഒരു സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രസ്താവനയോടുകൂടി ആ മനുഷ്യനെ എല്ലാവരും വെറുക്കുന്ന, ആ മനുഷ്യനെ എല്ലാവരും മോശമായി പറയുന്ന, തെറി വിളിക്കുന്ന ഒരു പ്രവണതയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന പല വാർത്തകൾക്കും താഴെ വന്ന കമൻറ്റുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാളൊരു പിതാവാണോ? ഇയാളൊരു മനുഷ്യനാണോ? എങ്ങനെയാണ് ഇതൊക്കെ ഇയാൾക്ക് പറയാൻ തോന്നുന്നത് എന്നടക്കമുള്ള പല കമൻറ്റുകൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഇയാൾ വിദേശത്തായി പോയി, ഇല്ലെങ്കിൽ ഇയാളെയും ഇവൻ തീർക്കുമായിരുന്നു, ഇത് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇയാളും സിനിമാക്കാരും തമ്മിൽ പരസ്പരം ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്നടക്കമുള്ള പല രീതിയിൽ ഈ ഒരു വിഷയത്തെ പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. നോക്കൂ, ഈ അഫ്വാൻ എന്ന് പറയുന്നവനെ ജയിലിലാക്കിയതിന് ശേഷം അവൻ ഇടയ്ക്ക് വെച്ച് ബാത്റൂമിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ഭാഗ്യവശാൽ രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് പിതാവ് അബ്ദുറഹീം പറഞ്ഞത് അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. നോക്കി, അഫ്വാൻ എന്ന് പറയുന്നവൻ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ഗുരുതരമായ വലിയ പരിക്കുകളോടുകൂടി ആശുപത്രി കിടക്കുകയുണ്ടായി. ആ സമയത്തും ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ഏതോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പിതാവായ അബ്ദുറഹീമിനെ വിളിക്കുകയാണ്. നിങ്ങൾ വരണം, നിങ്ങളുടെ മകനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ മാനസികമായി അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യൻ ആശുപത്രിയിൽ ചെന്ന് ആ നരാധമനെ കാണുന്നുണ്ട്. നോക്കൂ, കുടുംബത്തിലുള്ള എല്ലാവരുടെയും മയ്യത്തുകളടക്കം ചെയ്തതിനു ശേഷം ആ ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. നോക്കൊരു കൂടപ്പിറപ്പോ രക്തബന്ധമോ അല്ലാതിരുന്നിട്ടുകൂടി ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഓരോ മലയാളികളും വിങ്ങിപ്പൊട്ടുമ്പോൾ ആ ക്രൂരത ചെയ്ത ആ നരാധമനെ ഇപ്പോഴും ആളുകൾ വളരെയധികം വെറുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ കൊന്ന ഈ മനുഷ്യൻ ഇപ്പോഴും തൻ്റെ മകനോട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഹർജിയൊക്കെ വെറും പാഴായി മാറി. ഹൈക്കോടതി ആ സിനിമ റിലീസ് ചെയ്യാനുള്ള ഉത്തരവിറക്കി എന്നുള്ളതാണ് പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. നോക്കൂ, മക്കൾ എന്തു തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെ ന്യായീകരിച്ച് ആ മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾ, അതാണ് ഏറ്റവും വലിയ അപകടം. തങ്ങളുടെ മക്കൾ എന്ത് തോന്നിവാസം കാണിച്ചാലും അവരെ ന്യായീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവസാനം സംഭവിക്കുന്നതോ ആ കുടുംബത്തിൻ്റെ അടിവേര് വരെ ഇല്ലാതായി പോകുമെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വെഞ്ഞാറമൂടിലെ ഈ ഒരു കൂട്ടക്കൊലപാതകം.